My name is Avenue. I am back. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതും അതിനായി നിങ്ങൾ കാത്തിരിക്കുന്നതുമായത് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഒരു ഐക്കോണിക് പ്ലെയറുടെ വിരമിക്കൽ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അദ്ദേഹം ഇനി അങ്ങോട്ട് T20 മത്സരങ്ങൾ കളിക്കുകയില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. നീണ്ടുനിൽക്കുന്ന കാലാവധിയിൽ അദ്ദേഹത്തിന് ഓടിയും ടെസ്റ്റും ടെസ്റ്റിലേക്കുമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള T20 അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. IPLലും അദ്ദേഹം കളിച്ചേക്കും. അതേസമയം അദ്ദേഹം ഒരു ഐക്കോണിക് പ്ലെയർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിക്കറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ടെസ്റ്റിൽ അദ്ദേഹം 5 വിക്കറ്റാണ്, 6 വിക്കറ്റ് നേടി, അതും വെറും 9 റൺസിന്. അതുപോലെ T20 ആദ്യത്തെ 2015 വേൾഡ് കപ്പിൽ 25 വിക്കറ്റും 19 വേൾഡ് കപ്പിൽ 5 വിക്കറ്റോളമുള്ള ഒരു പ്ലെയറായിരുന്നു മിച്ചൽ സ്റ്റാർക്ക്. ഇപ്പോൾ ODIയിലും 5 വിക്കറ്റോളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം 100 വിക്കറ്റോളം തയ്ച്ചതിൻ്റെ വേഗം കൂടുതലായിരുന്നു. 100-150 വിക്കറ്റുകൾ ഏകദേശം 200 വിക്കറ്റുകൾ തയ്ച്ചെടുത്ത ഒരു പ്ലെയറായിരുന്നു മിച്ചൽ സ്റ്റാർക്ക്. വിരമിക്കലിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് നഷ്ടപ്പെടുന്നത് ഒരു ഐക്കോണിക് പ്ലെയർ തന്നെയാണ്. വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം ഇനി അങ്ങോട്ട് ഓസ്ട്രേലിയൻ ടീമിൽ എന്താണ് മിച്ചൽ സ്റ്റാർക്കിൻ്റെ പങ്ക്? അതും T20 മെൻ്റർ റോൾ ആയിരിക്കും. ഇനി വരുന്ന ബോളർമാർക്കായുള്ള മെൻ്റർ റോളിലേക്ക് മിച്ചൽ സ്റ്റാർക്ക് എത്തുകയാണെന്നാണ് അങ്ങോട്ട് അറിയാൻ സാധിച്ചത്. നീണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഇനി ബാധിക്കുന്നത് ഓസ്ട്രേലിയയാണ്. കാരണം ടീമിൽ പാറ്റ് കമ്മിൻസ് ഇല്ലാതെ തന്നെ ടീമിനെ അത് ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്കിൻ്റെ വിരമിക്കൽ ടീമിനെ ബാധിച്ചിരിക്കും. കാരണം ഐക്കോണിക് പ്ലെയർ വിരമിക്കൽ ഈ സീസൺ ഇനി T20 കളിക്കില്ല എന്നറിഞ്ഞ് ഹാർട്ട് ബ്രേക്കിലായിരിക്കാം ഓസ്ട്രേലിയ. വെയിറ്റിംഗ് ടു സീ ദാറ്റ് മാൻ ഓൺ സ്ക്രീൻ എന്നുള്ള കാത്തിരിപ്പിൽ ഇനി ആളുകൾ ഇരിക്കുമ്പോൾ മിച്ചൽ സ്റ്റാർക്ക് മെൻ്ററായി ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം പറയാൻ. T20 അതായത് ഈ വരുന്ന ഏഷ്യ കപ്പിൽ ഓസ്ട്രേലിയൻ ടീമിൽ മിച്ചൽ സ്റ്റാർക്ക് കാണില്ല എന്ന് പറയണം. കാരണം അദ്ദേഹം ടീമിൽ നിന്നും പുറത്തായതായില്ല, വിരമിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ പാറ്റ് കമ്മിൻസ് ഈ വരുന്ന ODIയും T20 സീരീസുമായുള്ള ഓസ്ട്രേലിയയുടെ ഇന്ത്യയുമായുള്ള സീരീസിൽ കളിക്കില്ലെന്നും ഒരു അറിവ് സാധിച്ചു. അദ്ദേഹം സീരീസിൽ നിന്നും റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. കാത്തിരിക്കാം. മിച്ചൽ സ്റ്റാർക്കിനെ പോലൊരു ഐക്കോണിക് പ്ലെയർ ഇനി ഓസ്ട്രേലിയ ടീമിലെത്തുമോ? അത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ ആ ഒരു ഉജ്ജ്വല ബൗളിംഗ് റെക്കോർഡുകൾ നേടിയെടുത്ത് വിരമിക്കുന്ന ഒരു പ്ലെയർ അദ്ദേഹമായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ ഭാഗത്തു നിന്ന് മിച്ചൽ സ്റ്റാർക്കിൻ്റെ വിരമിക്കൽ ബാധിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജേഴ്സി ഇല്ലാതെ ഇറങ്ങുമ്പോഴും അതുപോലെ സഞ്ജു സാംസന്റെ പ്രകടനമാണ് ഇനി എടുത്തു പറയേണ്ടത്. അങ്ങോട്ടുള്ള കളികളിൽ സഞ്ജുവിൻ്റെ ടീമിൽ ഇറക്കിയാൽ ഇന്ത്യ ഉജ്ജ്വലമായി തിരിച്ചുവരുമെന്നും പറയണം. മുഹമ്മദ് സിരാജ് ഇല്ലാതെയാണ് ഇന്ത്യ ടീം ഇറങ്ങുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ബുംറയും ഫിറ്റാണെങ്കിൽ പോലും അവരെ ഒന്നും മറക്കാതെയാണ് ടീം ഇറക്കുന്നതും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ത്യൻ ടീമിൽ ഹർഷിദ് റാന എത്തിയാൽ ടീം ശക്തിപ്പെടും എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഇന്ത്യക്ക് മറുഭാഗത്ത് അടിച്ചിരിക്കുന്ന തിരിച്ചടി ഋഷഭ് പന്തിൻ്റെ പരിക്കാണ്. അദ്ദേഹം പരിക്ക് ഭേദമായി തിരിച്ചെത്തുമെങ്കിൽ ദേ വിൽ ബി ഹാപ്പി എന്ന് തന്നെ പറയണം. ഇന്ത്യൻ ടീം ഇനിയൊരു കാത്തിരിപ്പിനായി നിൽക്കണമെന്നില്ല. മത്സരങ്ങൾ ഏഷ്യ കപ്പിലേക്ക് ഇനി ഒരാഴ്ച നിൽക്കെ മിച്ചൽ സ്റ്റാർക്കിൻ്റെ വിരമിക്കൽ ഇനി ദിവസങ്ങൾ നീണ്ടുനിൽക്കുകയാണ് മിച്ചൽ സ്റ്റാർക്കിൻ്റെ വിരമിക്കൽ. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് ഇനി അദ്ദേഹത്തെ പോലത്തെ ഒരു പ്ലെയറെ കണ്ടെത്താൻ പാടായിരിക്കുമെന്ന് പറയണം. കാരണം ടീമിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല. മിച്ചൽ സ്റ്റാർക്ക് ഇനി അങ്ങോട്ട് 2026 T20 വേൾഡ് കപ്പിലേക്കുള്ള പ്രിപ്പറേഷനിലേക്ക് നീങ്ങും. ഇറ്റ്സ് കമ്മിങ് ടു ദാറ്റ്. മിച്ചൽ സ്റ്റാർക്കിന് ഇനിയുള്ള 2 ഫോർമാറ്റുകൾ ODIയും ടെസ്റ്റുമാണ്. അതിലേക്ക് അദ്ദേഹം ഉറ്റുനോക്കട്ടെ.
അദ്ദേഹത്തിനെ കൊണ്ട് ഇനിയും റെക്കോർഡുകൾ നേടിയെടുത്ത് താൻ T20 നേടിയ മാതിരി ഉള്ള റെക്കോർഡുകൾ നേടിക്കൊണ്ട് വിരമിക്കൽ പടിയിൽ നിൽക്കുമ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഓസ്ട്രേലിയൻ ടീമിൽ നിന്നും ആ റെക്കോർഡുകൾ നശിക്കുന്നില്ല, ആ റെക്കോർഡുകൾ നിലനിൽക്കും. അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞാലും ഓർക്കപ്പെടുമെന്ന് പറഞ്ഞു. മിച്ചൽ സ്റ്റാർക്ക് ഹീസ് എ ക്ലാസി ഐക്കോണിക് പ്ലെയർ എന്ന് ഞാൻ പറയേണ്ടതുണ്ട്. കാരണം മത്സരങ്ങൾ നീണ്ടിരിക്കുന്ന സാഹചര്യം, അദ്ദേഹം കളിച്ച കളികൾ ഉജ്ജ്വലമായിരുന്നു. വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും സാഹചര്യത്തിലും ഓസ്ട്രേലിയയുടെ വിഷമം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിരമിക്കലായിരിക്കാം. കാത്തിരിപ്പിൻ്റെ നടുക്ക് നിന്ന് ഷെയ്ൻ വോണെ പോലത്തെ ഒരു പ്ലെയറെ ഓസ്ട്രേലിയക്ക് കിട്ടിയത് ഈ ഒരു വർഷം. മിച്ചൽ സ്റ്റാർക്ക് അദ്ദേഹം ടീമിൽ നിലനിൽക്കാൻ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ T20 വേൾഡ് കപ്പ്, ഏഷ്യ കപ്പ് ഇത്തവണ ഓസ്ട്രേലിയ നേടിയെടുത്തതെന്ന് പറയണം. പക്ഷേ കാത്തിരിപ്പ് നീളുകയാണ്. മത്സരം അദ്ദേഹത്തിന് T20 മത്സരിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. നീണ്ടുനിന്നു നമ്മളൊരു കാത്തിരിപ്പ് കഴിഞ്ഞു വരുന്നു. അതായത് മറ്റൊരു ഭാഗത്തുനിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പോൾ ഞാൻ ഇന്ത്യൻ ടീമിനെ പറ്റി എടുത്തു പറയുന്നില്ല. KCL മത്സരങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ സഞ്ജു സാംസനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ രാഹുൽ ദ്രാവിഡ് ടീം വിട്ടു പോയെങ്കിലും ജയ്സ്വാളിനെ ടീമിൽ നിന്ന് മാറ്റുവാൻ സാഹചര്യമുണ്ടെന്നും അറിയാൻ സാധ്യതയുണ്ട്. ഏതായാലും നമ്പർ 1 ബാറ്ററായ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്യുമോ, അതെയോ ഗില്ലാണോ ഓപ്പൺ എന്നുള്ളത് നമുക്ക് ഏഷ്യ കപ്പ് തുടക്കത്തിൽ കണ്ടിരിക്കണമുണ്ട്. ഇന്ത്യയുടെ മത്സരത്തിൽ കാത്തിരിക്കാം. അതിനായി മിച്ചൽ സ്റ്റാർക്ക് എന്ന പ്ലെയർ വിരമിച്ചോടെ നമ്മുടെ ഓസ്ട്രേലിയൻ ഫാൻസ് ഒരു വിഷമത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കാരണം ഐക്കോണിക് പ്ലെയർ, സ്റ്റിൽ മാഗ്നിഫിസൻറ്റ് ടു പ്ലേ. ഈ ഒരു മത്സരം ഇനി അങ്ങോട്ട് നീണ്ടു പോകുന്നത് മിച്ചൽ സ്റ്റാർക്ക് എന്ന പ്ലെയറിലൂടെ ആയിരുന്നു. അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും ആ പടിയിൽ നിൽക്കുമ്പോൾ പടിയിറങ്ങുമ്പോൾ പോലും ഓസ്ട്രേലിയൻ ടീമിന് അഭിമാനിക്കാം. അദ്ദേഹത്തിന് 150 വിക്കറ്റുകൾ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിച്ചെന്നുള്ളതിലും ടാലൻറ്റ് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ടതാണ്. 9 റൺസിന് 6 വിക്കറ്റ് നേടുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമായ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഹീസ് എ ടാലൻറ്റഡ് പ്ലെയർ. മിച്ചൽ സ്റ്റാർക്കിന് എന്തായാലും വിരമിക്കലോടെ ഒരു തിരിച്ചൊരു ഉണ്ടായിരിക്കണമെന്നും ഒരു വിചാരമുണ്ട്. വിരമിക്കൽ പടിയിൽ നിൽക്കുക, അദ്ദേഹം തിരിച്ചു വരും എന്നൊരു തീരുമാനമെടുക്കും എന്നൊരു ദിശയിലേക്ക് നമ്മൾ നിൽക്കണം ഓസ്ട്രേലിയൻ ഫാൻസ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ടാലൻറ്റ് ഇനി വർഷങ്ങൾ നീളുന്നതിൽ നമ്മൾ ഓർക്കും. ടാലൻറ്റും ഈ ഫോർമാറ്റിൽ വിക്കറ്റ് ടേക്കിങ്ങും എല്ലാം എത്ര വർഷം കാത്തിരിക്കണം ഇനി ഇദ്ദേഹത്തെ പോലത്തെ ഒരു പ്ലെയറെ തേടിയെത്താൻ. ചിലപ്പോൾ ഓസ്ട്രേലിയക്കായി നീണ്ടിരിക്കുന്ന കാലാവധി ആദം സാംബ ഒരു സ്പിന്നറാണ്. പക്ഷേ ഇദ്ദേഹം ബേസ് ബോളറിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഒരു പേസറാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഇനി നീണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കുകയാണ്. കാരണം നിങ്ങളിപ്പോൾ അറിയുന്ന പോലെ ഈ ഒരു പ്ലെയർ വിരമിച്ചതിൽ ഈ ഒരു ഓസ്ട്രേലിയൻ ഫാൻസ് എന്നല്ല, ആ ഒരു രാജ്യത്തിന് മൊത്തം ഒരു വിഷമം കടാണ്. കാരണം അവർ ഓസ്ട്രേലിയയുടെ മുമ്പിലെത്തുമ്പോൾ അവർ ആദ്യം കാണുന്ന മുഖം മിച്ചൽ സ്റ്റാർക്കിൻ്റെയാണ്. ആ പ്ലെയർ ഇന്നിപ്പോൾ കളിക്കാനില്ല, ഇനി മുതൽ T20 കളിക്കാനില്ല എന്നുള്ളത് അവരുടെ വിഷമം ഇരട്ടിയാക്കും എന്നാണ് പറയാനുള്ളത്. നീണ്ടു നിൽപ്പ് അതായിരുന്നു ഇത്രയും വർഷം മിച്ചൽ സ്റ്റാർക്കിൻ്റെ കളി. എന്തൊരു ഉജ്ജ്വല ബൗളിംഗ്, ഗോൾ ലൈൻസ് ആ രീതിയിൽ എറിഞ്ഞൊരു പ്ലെയർ വിരമിക്കുക എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ടീമിന് പോലും വിഷമമായിരിക്കണം. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹം ആ വിരമിക്കൽ പടി നിൽക്കുകയാണ്. പടി ഇറങ്ങിപ്പോകുമ്പോഴും വിഷമത്തിൻ്റെ ഇടയിൽ അവർക്കൊരു സന്തോഷിക്കാൻ ഒരു അവസരം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ടീമിന് വേണ്ടി ചേർന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിക്കറ്റുകൾ നേടിയെടുത്ത് ടീമിനെ ഒരുപാട് വിജയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പ്ലെയർ ഇനി വർഷങ്ങൾക്ക് ശേഷം ഇതുപോലത്തെ ഒരു പ്ലെയറെ നേടിയിരിക്കാൻ ഈ വർഷം ഓസ്ട്രേലിയക്ക് സാധിച്ചാൽ അത് ഗുണകരമാകും. ടാറ്റ IPLലേക്ക് ഇനി അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു T20 ഫോർമാറ്റ്. അദ്ദേഹം ടെസ്റ്റിലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ടെസ്റ്റിൽ കളിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു അൺലിമിറ്റഡ് ഫോർമാറ്റ് ടെസ്റ്റിൽ കളിക്കുന്നുണ്ട്. പിന്നെ 50 ഓവർ ODIയിലും അതും അൺലിമിറ്റഡ് ആണ്. കാത്തിരിപ്പിൻ്റെ സമയമെങ്കിൽ അതൊരു ലിമിറ്റഡ് ഫോർമാറ്റ് ആണെങ്കിൽ പോലും കാത്തിരിപ്പിൻ്റെ സമയത്തിലേക്ക് ഇനി അദ്ദേഹം ODI കളിക്കാൻ ഇറങ്ങുമ്പോൾ നീണ്ടു നിൽക്കുന്നു. ഓസ്ട്രേലിയൻ ടീം
ഇനി മിച്ചൽ മാർഷിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇന്ത്യയെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ഇറങ്ങുക? ഒരു കാത്തിരിപ്പ്. ആ ഒരു വിരാമത്തിലേക്ക് നമ്മളെത്തുമ്പോൾ ഇനി ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് പറയാൻ നിന്നാൽ ഇനി ഒരു കാര്യമില്ല. കാരണം പാറ്റ് കമ്മിൻസ് റൂൾഡ് ഔട്ട് ആയതിനു ശേഷം തന്നെ ടീമിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണെന്നാണ് അനുസരിച്ചത്. കാരണം സീരീസ് 2-2 നേടിയെടുത്ത് സൗത്ത് ആഫ്രിക്ക, 3-2 സൗത്ത് ആഫ്രിക്ക ഓടി നേടിയെടുത്തു. ടീമിനൊരു ഗുണകരമായ ഒരു കോച്ചിനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഓസ്ട്രേലിയ ഇനി കാത്തിരിക്കുന്നത് ഷെയ്ൻ വാർണർ പോലത്തെ ഒരു പ്ലെയർ, മിച്ചൽ സ്റ്റാർക്കായിരിക്കും. മരണശേഷവും അദ്ദേഹം ഓർമ്മപ്പെടും എന്നാണ് കാര്യം. ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നീണ്ടു നിൽക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.